അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു ധന്യമാക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ്, സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. കരുത്തേകുന്ന മക്കൾ, കാവലാളാകുന്ന മാതാപിതാക്കൾ എന്ന ഒരു വലിയ വിഷയത്തെക്കുറിച്ചാണ് പരിമിതമായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഒരു കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കി അവിടെയൊക്കെ ആണിനും കല്യാണം കഴിക്കാനും പെണ്ണിനും കല്യാണം കഴിക്കാനും അവസരമുണ്ട്, അവകാശമുണ്ട് എന്നൊക്കെ അത്ഭുതത്തോടെ വായിച്ചിരുന്ന നമ്മളെ നാട്ടിൽ ഇന്ന് പെണ്ണും ആണും ഇനി അതല്ലെങ്കിൽ മൃഗങ്ങളാണെങ്കിൽ പോലും വിവാഹം കഴിക്കാം എന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വിശ്വാസപരമായി, സാംസ്കാരികപരമായി അധപ്പതനത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് ഈ ഉമ്മത്ത്, കേരളീയ ജനതയിലെ ഭൂരിപക്ഷം ആളുകളും പോയിക്കൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് നിരീശ്വരവാദവും യുക്തിവാദവും ലിബറൽ ചിന്താഗതികളും നമ്മളെ മക്കളുടെ മനസ്സിനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏക സിവിൽ കോഡിനെ കുറിച്ചും 2 പെൺകുട്ടികൾ മാത്രം വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചും വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ആ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടികൾ പോലും പറയുന്നു, അതൊക്കെ നല്ലതല്ലേ, അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ലേ, ഞങ്ങൾക്ക് പാന്റ് ഇടണം എന്ന് ചോദിയാൽ പാന്റ് ഇടുന്നതിനെന്താ, ഞങ്ങൾക്ക് നിര്യാണിക്ക് മുകളിലേക്ക് ജീൻസ് ഉടുക്കണമെന്ന് പറഞ്ഞാൽ അതിൽ കുറ്റം കാണുന്നതിനെന്താ. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ നാടും നമ്മളെ മക്കളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കൊള്ളയും കൊലയും ചതിയും വഞ്ചനയും വ്യാപകമാകുന്നു. ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യമാര്, ഭാര്യയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭർത്താക്കന്മാര്, പരസ്പരം വഞ്ചിച്ചും മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിനു പകരം മാതാപിതാക്കളെ ചവിട്ടിത്തേച്ചും, മക്കളോട് നീതി കാണിക്കേണ്ടതിനു പകരം മക്കളുടെ പണം നോക്കി മരുമക്കളുടെ പേരിൽ അകലം കാണിച്ചും ബന്ധങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഏറെ സങ്കടകരമായൊരവസ്ഥയാണ് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാവിനടിയിൽ തിരുകലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിലേക്ക് സിറിഞ്ചുകളിലൂടെ കുത്തിത്തായ്ത്തലും ഒക്കെ ആണത്തത്തിന്റെ ലക്ഷണമാണെന്നും, അതുകൊണ്ട് ആൺപെൺ വ്യത്യാസമില്ലാതെ കള്ളിലും കഞ്ചാവിലും ലഹരിയിലും മാരകമായ വ്യത്യസ്ത പദാർത്ഥങ്ങളിലും ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നാടിന്റെയും കുടുംബത്തിന്റെയും തീരാത്ത തലവേദനയായിക്കൊണ്ടിരിക്കുന്ന നിരവധി യൗവനങ്ങളെ, കൗമാരങ്ങളെ നമുക്ക് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും കാണാൻ സാധിക്കും. പക്ഷെ ഇതിലൊക്കെ ഏറെ സങ്കടകരം, ഇതിന്റെയൊക്കെ മുൻപന്തിയിലുള്ളത് പലപ്പോഴും ഉമ്മത്ത് മുഹമ്മദ് എന്ന് അവകാശപ്പെടുന്ന പവിത്രമാക്കപ്പെട്ട നമ്മളിൽ ചിലര് കൂടിയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് രക്ഷിതാക്കളെ, നമ്മളെ മക്കളും നമ്മളെ നാടും നമ്മളെ കുടുംബവും ഇത്രയേറെ കൈവിട്ടു പോകാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളിലും അധപ്പതനത്തിലും നമ്മളെ തലമുറകളാവാനുള്ള കാരണം? ആ ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ കൊടുക്കുന്ന മറുപടി, ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാം 2 കൈയും നീട്ടി ലോകം സ്വീകരിക്കുന്നുണ്ടെങ്കിലും ആ ഇസ്ലാം ജനിച്ച അന്ന് മുതൽ കിട്ടിയ നമ്മളിൽ പലർക്കും ആ മതത്തിന്റെ ഗൗരവത്തെ പറ്റിയോ, ആ മതം ലോകത്തിന് കൊടുക്കുന്ന സമാധാനത്തെ പറ്റിയോ, ആ മതം സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ പറ്റിയോ, ആ മതത്തോടുകൂടി സമാധാനത്തോടെ ജീവിക്കേണ്ട ജീവിത സംസ്കാരത്തെ പറ്റിയോ നമ്മളിൽ പലരും കൃത്യമായി മനസ്സിലാക്കാതിരിക്കുകയും കേവലം പേരിന് മാത്രം മുസൽമാനായി ചടയുകയും വസ്ത്രങ്ങളിലും ഇബാദത്തുകളിലും മാത്രം മുസ്ലിമിന്റെ ചിഹ്നങ്ങൾ കാണിക്കുകയും ചെയ്തു എന്നൊരൊറ്റ കാരണത്തിന്റെ പേരിലാ നമസ്കാരം നന്നായ വാപ്പാന്റെ മക്കൾ ഇന്ന് കഞ്ചാവിന്റെ അടിമയിലേക്ക് പോകാനുള്ള കാരണം.
സലഫി പർദ്ദയും മഫ്തയും ധരിച്ചിട്ടും ഇന്നും ഭർത്താവിനെ വഞ്ചിക്കുകയും വൃത്തികെട്ട ജീവിത സംസ്കാരത്തിലൂടെ സ്വന്തം നാവ് പോലും നിയന്ത്രിക്കാൻ ഒരു പെണ്ണിനും ഉമ്മാക്കും മക്കൾക്കും പറ്റാതാവാനുള്ള കാരണം പലർക്കും മതം അവരുടെ ജീവിതത്തിന്റെ ഇബാദത്തുകളിലേയുള്ളൂ, നമസ്കാരത്തിലും നോമ്പിലും മറ്റുള്ള കർമ്മങ്ങളിലും മാത്രം. പക്ഷേ ആ മതം ഒരാളുടെ സ്വഭാവത്തോട് ചേർത്ത് നിർത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ആ മതത്തിന്റെ കൃത്യമായ ഭാഗങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ ഏതു മനുഷ്യനും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. അതിനാ അല്ലാഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ റബ്ബിന്റെ ദീനിനെ സ്വീകരിക്കേണ്ടത് ദുനിയാവിലെ കുറച്ചു പേരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാവരുത്. ഞാനൊരു നല്ല മുത്തഖിയാണെന്ന് പൊളിക്കലങ്ങാടിയിലെ 10,000 പേര് സാക്ഷ്യപ്പെടുത്തിയാൽ എന്റെ കബറിലേക്ക് എനിക്ക് പുണ്യത്തിന്റെ കുത്തൊഴുക്കുണ്ടാകും എന്ന് ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചിട്ടില്ല. എന്റെ കുടുംബത്തിലും തറവാട്ടിലും 100 കണക്കിന് പെണ്ണുങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എനിക്ക് മയ്യത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ കബറിലേക്ക് കൂലി കിട്ടും എന്ന് വിശ്വസിക്കുന്നവരാകാൻ പാടില്ല. മറിച്ച് ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകുമ്പോ മനസ്സമാധാനത്തോടെ റബ്ബിന്റെ മുൻപിൽ നിൽക്കാൻ, എനിക്ക് തന്ന ജീവിതത്തിന്റെ കണക്ക് റബ്ബ് ചോദിക്കുമ്പോ സന്തോഷത്തോടു കൂടി റബ്ബിനോട് കണക്ക് പറയാൻ, എനിക്കെന്റെ റബ്ബ് തന്ന ജീവിതത്തിൽ ഉത്തരമുണ്ട് എന്ന ബോധമായിരിക്കണം നമ്മളെ ജീവിതത്തെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഒരുക്കുന്ന ആദ്യത്തെ വാതിൽ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ മണ്ണുപേക്ഷിക്കേണ്ടി വരും. എനിക്ക് പ്രതീക്ഷകളുണ്ട്. എന്റെ മൂത്ത മകളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ കൈപിടിച്ചെടുക്കാൻ എനിക്ക് പ്രതീക്ഷ ഉണ്ട്. എന്റെ രണ്ടാമത്തെ മക്കളെ പഠിപ്പിച്ച് ഡിഗ്രി വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പ്രതീക്ഷ ഉണ്ട്. എന്റെ ഭാര്യ മരിക്കുന്നതിന്റെ മുൻപ് ഞാൻ മരിക്കണം എന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ട്. എനിക്ക് എന്റെ ഉമ്മാക്കും വാപ്പാക്കും നല്ല യാത്രയപ്പ് കൊടുക്കണം എന്ന് പ്രതീക്ഷ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എനിക്ക് സ്വപ്നം കാണാനേ പറ്റൂ. എനിക്ക് കിട്ടും ഉറപ്പുള്ളത് ഇനി എന്തുമാത്ര എന്റെ മരണം. അത് ഞാൻ എത്ര വേണ്ടാന്ന് വെച്ചാലും ആ മരണം എന്നെ കൊണ്ടുപോകുന്ന ഒരു ദിവസം അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും, മിൻഹാ ഖലഖനാകും, നിങ്ങൾ ആ മണ്ണിൽ നിന്നാണ് വന്നതെങ്കിൽ വഫീഹാ നുഈദുകും, അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും. അത് റബ്ബിന്റെ കൽപ്പനയാ. പലപ്പോഴും നമ്മളിലുള്ള ചില ആളുകളോട് ചോദിക്കാറില്ലേ മറ്റു ചിലര് എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കാറുണ്ട്. ആ സമയത്ത് ചില ഉമ്മാരൊക്കെ പറയും, 10-65 വയസ്സായി, ഇത്രയും കാലം ജീവിച്ചില്ലേ, ഇനി പടച്ചോൻ വിളിച്ചാൽ അങ്ങ് പോണം, മക്കളെയൊക്കെ കെട്ടിച്ചു, മക്കളെയൊക്കെ പഠിപ്പിച്ചു, എല്ലോ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പൊ പടച്ചോൻ വിളിച്ചാൽ അങ്ങ് പോണം എന്നൊരു മോഹവുമായിട്ടിരിക്കുക പലരും. 65 വയസ്സും 75 വയസ്സും ഇനി 50 വയസ്സാണെങ്കിൽ പോലും നമ്മൾക്കതാണ് മറുപടിയെങ്കിൽ നമ്മൾ 50 കൊല്ലം ജീവിച്ചതല്ല. നമ്മളെ കബറിലേക്കുള്ള യാത്ര 50 കൊല്ലം അവസാനിച്ചതാ. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും വഫീഹാ നുഈദുക്കും, നിങ്ങൾ മടങ്ങുന്നത് റബ്ബിന്റെ കബറിലേക്കാ. ഓരോ ദിവസം തീരുന്നതും നമ്മളെ കബറിലേക്കാ. ആ കബറിലേക്ക് ചെന്ന് കയറുന്നതോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയൊരു സമാധാന. ദുരിതങ്ങളോ സങ്കടങ്ങളോ പരീക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇതൊന്നും ഇല്ലാത്തതാണ് മരണമെങ്കിൽ, മരണത്തോടുകൂടി ഇതൊക്കെ അങ്ങോട്ട് അവസാനിക്കുമെങ്കിൽ മരണം വലിയ സമാധാന. ഒരു ബാധ്യതകളില്ല, ഒരു വേദനയില്ല, ഒരു സങ്കടങ്ങളില്ല, ആരോടും കണക്ക് പറയേണ്ടതില്ല. ഇക്കാലം അത്രയും ചെയ്തു കൂട്ടിയതിനെ പറ്റി ആരും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയ സമാധാനമാ. പക്ഷെ തൊട്ടടുത്ത വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ, ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിലേക്ക് ഇതേ രീതിയിൽ കടന്നു വരേണ്ടി വരും. ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടും. ആ പുനർജീവിപ്പിക്കപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉത്തരമുണ്ടാകണം. ആ ചോദ്യങ്ങളിൽ ഉത്തരം പരാജയപ്പെട്ടു പോയാൽ നിങ്ങളെ ആരൊക്കെ യാത്രയാക്കിയാലും എത്രയേറെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പിന്നീടുള്ള ജീവിതം ഏറെ ദുസ്സഹമായിരിക്കും. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളുടെ ആ യാത്രയെ പറ്റി? പലപ്പോഴും നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെയും സ്വപ്നത്തിന്റെയും ഇടയിലൊക്കെ ഇടക്ക് നമ്മളുടെ മരണത്തെ പറ്റിയൊക്കെ ഒന്ന് ഇടക്കിടക്കൊന്ന് ആലോചിച്ച് നോക്കണം. മരിക്കുന്ന നിങ്ങളാണെന്ന് വിചാരിക്കുക. ഈ കാണുന്ന സന്തോഷത്തോടുകൂടി ഈ ദുനിയാവിൽ ജീവിച്ച് അവസാനം എല്ലാ ബാധ്യതയും ഒരവകാശവും ഇല്ലാതെ പടച്ചോന്റെ മണ്ണിലേക്ക് പോകുന്നതിന്റെ തൊട്ടു മുൻപുള്ള കുറച്ച് നിമിഷങ്ങളുണ്ട്. മരിച്ച നമ്മളുടെ മയ്യത്ത് വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ ഒരു കട്ടിലുമിൽ ഇങ്ങനെ നീണ്ടു നവർന്ന് കിടക്കും. സങ്കടപ്പെട്ട് വിതുമ്പുന്ന പെൺകുട്ടികൾ അകത്തേതോ കട്ടിലിൽ കിടന്ന് കരയും.
നമ്മളെ ഭർത്താക്കന്മാരൊരു കയ്യിലെ തോർത്തുമുണ്ടോ ഒരു ടവലോ പിടിച്ച് വീട്ടിന്റെ കൊലായില് സിറ്റ് ഔട്ടിൽ ഒരു കസേരയിൽ ഇരിക്കും. ഉമ്മാനെ പറ്റിയുള്ള വെപ്രാളത്തിൽ ആൺകുട്ടികൾ എവിടെയോ ഇരുന്ന് കരയും. വാർത്ത നാട്ടിലൊക്കെ പടരുമ്പം ഓരോരുത്തരും നമ്മളെ വീട്ടിന്റെ അകത്തേക്ക് വരും. നമ്മളെ മയ്യത്തിന്റെ മുഖം കണ്ട് മാറി നിൽക്കുമ്പോ ആ മനുഷ്യന് കൊടുക്കുന്ന ഈ ദുനിയാവിലെ അവസാനത്തെ കുളിപ്പിക്കലിനും അവസാനത്തെ യാത്രയപ്പിനും എല്ലാവരും ജാഗ്രതയോടെ കാത്തിരിക്കും. മറക്കുള്ളിലേക്ക് കൊണ്ടുപോയി നമ്മൾ ഒറ്റക്ക് കുളിച്ചിരുന്ന കാലം വരെ മറ്റുള്ളവർ നമ്മളെ കുളിപ്പിച്ച്, അന്ന് വരെ ഒറ്റക്ക് വിസർജിച്ചിരുന്ന നമ്മളെ മറ്റുള്ളവർ ഇടത് കൈയിൽ ശീല ചുറ്റി വയറമർത്തി വിസർജിപ്പിച്ച് ഒരു പുതുമണവാട്ടിയെപ്പോലെ വീട്ടിന്റെ ഡൈനിങ് ഹാളിലേക്ക് തിരിച്ചു കൊണ്ടുവെക്കുമ്പോ അന്ന് നമ്മളോട് സംസാരിക്കാത്തവരും പകയുള്ളവരും വെറുപ്പുള്ളവരുമായ സർവ്വ മനുഷ്യരും നമ്മളെ മയ്യത്തിന്റെ അരികിൽ വന്ന് നമുക്ക് വേണ്ടി യാത്രയപ്പ് തരും, മയ്യത്തിസ്കരിക്കും. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല ഒരു മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് എന്ന്. 6 അടി മണ്ണിലേക്ക് ആ മയ്യത്ത് ഇറക്കി വെച്ചതിന് ശേഷം ആ മയ്യത്തിന്റെ മേലെ കുറച്ച് മേലെ ഒരു സ്ലേവ് ഇട്ട് മൂടും. ആ സ്ലേവുമ്മലേക്കാ പിന്നെ ഓരോരുത്തരും മണ്ണ് വാരിയിടുക. 3ാമത്തെ പിടി മണ്ണും ആ ഒരു കബറും പുറത്തേക്ക് വീഴുമ്പോ ഒരു ഭാഗത്ത് നിന്നൊരാൾ ചൊല്ലിത്തുടങ്ങുന്നുണ്ടാകും നമുക്കുള്ള യാത്രയപ്പ്. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്നതിന്റെ ഭാര്യ റബ്ബേ, ഇന്നലെ വരെ തോളപ്പിച്ച് മടമ്പൊപ്പിച്ച് എന്നോട് ചേർന്ന് നിന്നവളാ റബ്ബേ, എന്റെ ചാരത്ത് ഇറങ്ങിയവളാ റബ്ബേ, ഇതെന്റെ ഉമ്മയാ റബ്ബേ, ഇതെന്റെ മാതാവാണ് റബ്ബേ, ഇതെന്റെ പെങ്ങളാണ് റബ്ബേ, സബ്ബിതുഹു ഇൻദ സുആൽ. റബ്ബേ, ആ ഉമ്മാക്ക് ഇനി ഒരു ധൈര്യം കൊടുക്കണം, എന്റെ ഖബറിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ധൈര്യം പടച്ചവനെങ്ങി കൊടുക്കണം. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. റബ്ബേ, നീ ചോദിക്കുന്ന ചോദ്യത്തിന് അള്ളാഹുവിനോട് കൃത്യമായി മറുപടി പറയാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. അല്ലാഹുവേ, ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഖബറിന്റെ ഭയാനകത ആ ഖബറാളിയെ ബോധ്യപ്പെടുത്താൻ ഖബറിന്റെ 2 ഭാഗങ്ങളും പടച്ചോൻ ഇടുക്കിക്കളയും. ആ ഇടുക്കിക്കളയുന്ന സമയത്ത് ഖബറിന്റെ വേദനയോടെ 2 വാരിയെല്ലുകൾ കോർത്തു പോകുമാറ് ഖബറാളി ഖബർ കിടന്ന് കരയും. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി. പടച്ചോനെ, ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് ഈ ഖബറാളിയെ കാക്കണേ റബ്ബേ. ഇതൊക്കെ എനിക്കിങ്ങൾക്കും അനുഭവിക്കാനുള്ളതാ. ഈ ഖബറിന്റെ വേദനയിൽ നിന്നൊന്നും നമ്മൾ ആരും രക്ഷപ്പെടൂല. ആ വേദന പടച്ചോൻ എല്ലാവർക്കും കൊടുക്കുന്നതാ. അതുകൊണ്ടാ ഒരിക്കൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണീരോടെ പറയുന്നൊരു വാക്കുണ്ട്, ആർക്കെങ്കിലും ഖബറിന്റെ ഇടുങ്ങലിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകുമായിരുന്നെങ്കിൽ എന്റെ സഅദിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മദീനയിലെ പേര് കേട്ടൊരു ഗുണ്ടയായിരുന്നു. ആരെന്ത് പറഞ്ഞാലും സഅദ് ചെയ്യും. അന്ന് ഇസ്ലാമിക ലോകത്തേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടില്ല. ആ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും ദഅവത്തിന് വേണ്ടിയിട്ട് മദീനയിലേക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്നത്. പറഞ്ഞാ തീരാത്ത ചരിത്രങ്ങളാ ഇസ്ലാമിക ലോകത്ത്. മക്കളോടാ ഞാൻ പറയുന്നത്. മാതാപിതാക്കളുടെ മുൻപിൽ ജീവിതം കൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗം വെട്ടിത്തെളിക്കാൻ ആ സഹാബത്തിന്റെ മക്കൾ കാണിച്ച, പ്രവാചകന്റെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ കാണിച്ച മഹോത്തരമായ ചരിത്രങ്ങള്. മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ചരിത്രം പറയുന്നുണ്ട്. ദിവസം 3 നേരം പട്ടിന്റെ വസ്ത്രം മാറും. ശരീരത്തിൽ പുരട്ടിയിരുന്ന സുഗന്ധങ്ങൾ മക്കയിലെ തെരുവിലൂടെ മിസ്അബ് യാത്ര ചെയ്താലും മണിക്കൂറുകളോളം തങ്ങി നിൽക്കും. മിസ്അബ് എന്ന ചെറുപ്പക്കാരന്റെ നോട്ടം കിട്ടാൻ വേണ്ടി മക്കയിലെ കുലീനകളായ തറവാട്ടിൽ പറന്ന സ്ത്രീകൾ പോലും ഭർത്താക്കന്മാരെ അവഗണിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ വന്ന് കാത്തിരുന്നിരുന്നു മിസ്അബിനെ ഒന്ന് കാണാൻ. കാരണം ആരോഗ്യ ദൃഢഗാത്രനും വെളുത്തു തുടുത്തു സുന്ദരനുമായ മിസ്അബിനെ പലപ്പോഴും സഹാബത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അപരൻ, അത്രക്ക് സൗന്ദര്യായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്. ആ മിസ്അബ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ പുറത്തിറങ്ങാതെ അകത്ത് അടച്ചിരിക്കുമ്പോ ഒരിക്കലും ഉമ്മ ചോദിച്ചു, മോനെ എന്തേ എനക്ക് പറ്റിയത്? സമ്പത്തിന്റെ കുറവ് എനക്കില്ല, യാതൊരുവിധ പ്രശ്നങ്ങളും നിനക്കില്ല,
പിന്നെന്തിനാ മോനെ നീ വീട്ടിന്റെ അകത്തന്നെ എങ്ങനെ ഇരിക്കണ്? മിസ്അബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഉമ്മ, നിങ്ങളൊക്കെ വെറുക്കുന്ന മുഹമ്മദിന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഉമ്മ. അന്ന് വരെ മകനോട് ദേഷ്യപ്പെടാത്ത മാതാവ് മകന്റെ മുഖത്തു നോക്കി ഗർജിച്ചു നാ തിരിച്ചു പറഞ്ഞു, മോനെ, ഈ ഉമ്മയുടെയോ ഉപ്പയുടെയോ സ്വത്ത് കണ്ടിട്ടാണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ മുഹമ്മദിന്റെ മാർഗം ഒഴിവാക്കാത്ത വരാത്ത കാലത്തോളം ഒരു ചില്ലിക്കാശ് ഉമ്മാന്റെതോ ഉപ്പാന്റെതോ എനക്ക് തരൂല. അത് കേട്ട സെക്കൻഡിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു താൻ ഉടുത്തിരിക്കുന്ന ഉടുമുണ്ടൊന്ന് പെരടിയിലേക്ക് വലിച്ചു കെട്ടിയിട്ട് പറഞ്ഞു, മാ, ഞാൻ ഈ ഉടുമുണ്ട് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. ഈ ഉടുമുണ്ടല്ലാത്തൊരു ഇരുമ്പിന്റെ കഷണം പോലും എന്റെ കയ്യിലില്ല ഉമ്മ. എനിക്കുമ്മാന്റെ സ്വത്തുക്കൾ വേണ്ട, എനിക്കെന്റെ വാപ്പാന്റെ സ്വത്തുക്കൾ വേണ്ട. ഞാൻ എന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മാർഗം സ്വീകരിച്ച് ആ മാർഗത്തിലേക്ക് പുറപ്പെടുകയാണ് ഉമ്മ. അന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴത് ഒരൊറ്റ തുണി മാത്രമാണ്. അവസാനം മാസങ്ങൾക്ക് ശേഷമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ദഅവത്തിന് വേണ്ടിയിട്ട് മദീനയിലേക്ക് പറഞ്ഞയക്കുന്നത്. ആ മദീനയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് സഹാബത്ത് പറയുന്നുണ്ട്, മദീനയിലേക്ക് നടന്നു പോകുന്ന മിസ്അബിനെ പിന്നൊന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് തോന്നും അത് റസൂലാണോ എന്ന്. കാരണം അള്ളാന്റെ റസൂലിന്റെ മാതിരി വെളുപ്പാണ്, ചുവന്ന തുടുത്ത വെളുപ്പുണ്ട് മിസ്അബിന്. അദ്ദേഹത്തിന്റെ പെരടിയുടെ പകുതി ഭാഗത്തേക്ക് മുടിയിറങ്ങിയിട്ടുണ്ട്. കൈയുടെയും കാലിന്റെയും മാംസപേശികൾ ഏതൊരാണിനെയും ആകർഷിക്കുമാറ് മദീന എന്ന മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അദ്ദേഹം പോകുന്നത് കണ്ടപ്പോ ഞങ്ങൾ പിന്നിൽ നിന്നും അസൂയയോടെ പറഞ്ഞിട്ടുണ്ട്, മിസ്അബാര് റസൂലാര് എന്ന് തെറ്റിദ്ധരിക്കുന്ന ശരീരമാണ് അവർക്ക് രണ്ടുപേർക്കും. മാസങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലുള്ള പറയുന്നുണ്ട് മിസ്അബിനോട്, മോനെ മിസ്അബേ, നീ പോകുന്നത് പടച്ചോന്റെ ദീൻ അറിയിക്കാനാ. അങ്ങനെ മദീനയിലെത്തിയ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി മക്കക്കാര് തെരഞ്ഞെടുത്ത വ്യക്തിയാ സഅദ്. തന്റെ കയ്യിലുള്ള കടാര പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത രൂപത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ നിന്നും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വരുമ്പോ ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ മനോഹരമായ ചിന്തകളിൽ പലപ്പോഴും സഅദ് ബിൻ മുആദിന്റെ കൈ പോലും മറന്നുപോയി. അന്ന് വൈകുന്നേരം സഅദ് ബിൻ മുആദ് ശത്രുക്കളോട് ചെന്നു പറഞ്ഞു, എനിക്ക് അബേഹക്ക് കൊല്ലാൻ പറ്റിയിട്ടില്ല, എനിക്ക് മിസ്അബിനെ കൊല്ലാൻ പറ്റിയിട്ടില്ല, ഞാൻ നാളെ കൊല്ലും. പിറ്റേ ദിവസവും വിഷം പുരട്ടിയ കടാരയുമായി വന്നു. അന്നും വൈകുന്നേരം വരെ ഇരുന്നു. മിസ്അബിന്റെ ഖുർആനിക വചനം കേട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാണ്ട് ബേജാറാവാൻ തുടങ്ങി. മൂന്നാമത്തെ ദിവസം തന്റെ കയ്യിലുള്ള കടാര മദീനയിലെ മണലിലേക്ക് വലിച്ചെറിഞ്ഞ് ഓടി വന്ന് മിസ്അബിനെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മിസ്അബേ, ഇത്ര മനോഹരമാണ് അള്ളാഹുവിന്റെ ഖുർആനെങ്കിൽ, ഇത്ര സമാധാനമാണ് റബ്ബിന്റെ മതമെങ്കിൽ എനിക്ക് ആ മതം വേണം, എനിക്ക് നിങ്ങളുടെ പ്രവാചകനെ ഒന്ന് കാണണം. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സഅദ് ബിൻ മുആദിന്റെ അന്നത്തെ പ്രായം 30 വയസ്സാ. 30ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ആ 34ാമത്തെ വയസ്സിൽ ബദർ യുദ്ധം ആരംഭിക്കുന്നത്. അന്ന് ബദർ യുദ്ധത്തിന് അള്ളാഹുവിന്റെ ഹബീബ് പുറപ്പെടുമ്പോ മദീനക്കാരുടെ നേതാവായി രണ്ടാമതൊന്നും ആലോചിക്കാതെ റസൂലുള്ള തെരഞ്ഞെടുത്തത് ഇതേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെയാ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ പിന്നിൽ ഭാഗത്ത് അൻസാരികളെ നിർത്തി ഇസ്ലാമിന്റെ പതാക സഅദിന്റെ കയ്യിലേക്ക് കൊടുത്ത് അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു വാക്കുണ്ട്, സഅദേ, ഇത് പ്രവാചകന്റെ പതാകയല്ല, ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ പതാകയാ. അതുകൊണ്ട് സഅദേ, ഈ പതാകയും പിടിച്ച് താങ്കൾ എന്നോടൊപ്പം ബദറിലേക്ക് പുറപ്പെടണം. തന്റെ സഹാബത്തിനെയും കുട്ടി ബദറിലേക്ക് പുറപ്പെട്ട റസൂലുള്ള കാണുന്നത് 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തെ മറുഭാഗത്ത്, എതിർഭാഗത്തുള്ള 314 പട്ടിണി സഹാബത്തിനെയും കൂട്ടി ശത്രുഭാഗത്തെ കണ്ട റസൂലുള്ള കണ്ണു നിറഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇതേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിന്റെ അരികിൽ വന്ന് ചോദിച്ചു, എന്തിനാ നബിയെ നിങ്ങൾക്കൊരു ബേജാറ്? റസൂലുള്ള തിരിച്ചു ചോദിച്ചു, സഅദേ, മദീനക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് മുഹമ്മദ് കൊലക്ക് കൊടുത്തു, കൊല്ലാൻ കൊണ്ടുവന്നതാ മുഹമ്മദ് മദീനക്കാരെ എന്ന് ഒരിക്കലും പറയരുതേ സഅദേ. യുദ്ധം വേണമെങ്കിൽ യുദ്ധം ചെയ്യാം, ജീവിക്കാൻ ഭയമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മരണത്തെ പേടിയുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു മദീനയിലേക്ക് തന്നെ പോകാം. അന്ന് ആളുകളും റസൂലുള്ളാന്റെയും സഅദിന്റെയും മുഖത്തേക്ക് നോക്കുമ്പം അൻസാരികളുടെ മുകുട്ടത്തിൽ നിന്ന് റസൂലുള്ളാന്റെ മുൻപിലേക്ക് വന്ന് അള്ളാന്റെ പ്രവാചകന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ അവസാനത്തെ പ്രാണന്റെ ജീവന്റെ തുടിപ്പം നശിച്ചാലല്ലാതെ നിങ്ങളെ ഞാൻ അവർക്ക് കൊടുക്കില്ല റസൂലേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ ബദറിൽ വെച്ച് സന്തോഷിപ്പിച്ചപ്പോ ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ചുണ്ടി റസൂലുള്ളാഹ് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ റബ്ബിന്റെ പരിപാവനമായ ജന്നാത്തുൽ ഫിർദൗസിൽ എന്റെ അയൽക്കാരനാണ് എന്റെ സഅദ്. അത്രക്ക് സ്ഥാനം. ആ സഅദ് ബിൻ മുആദ് മരിച്ചപ്പോ
അള്ളാഹുവിന്റെ റസൂൽ ആ മയ്യത്ത് മറമാടാൻ പോകുമ്പം ആ കബറ് നോക്കി കണ്ണീരോടെ പറയുന്നുണ്ട്, ആർക്കെങ്കിലും കബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ, ആ ഇടുങ്ങലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ എന്റെ സഅദിന് രക്ഷപ്പെടാൻ പറ്റിയായിരുന്നു.